ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളെ എങ്ങനെ വിശേഷിപ്പിക്കും എന്ന് ചോദിച്ചാൽ ശരിക്കും ചില ആൾക്കാരുമായിട്ട് നമുക്കൊരു ഒരു ആത്മബന്ധം ഉണ്ടാവത്തില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അങ്ങനെ ഒരു ആത്മബന്ധം ഉള്ള ഒരാളുടെ വീട്ടിലേക്കാണ് ഗൈസ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്ത എൻ്റെ ഹബ്ബിലെ ഒരു ഞാനുമായിട്ട് അത്രയും ക്ലോസ് ഉള്ള ഒരു ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിനാണ് ഗൈസ് പോകുന്നത്. ഈ വ്ളോഗിൽ ഞാൻ എല്ലാം കാണിക്കാം. കാരണം ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് ഇതും. ആ ഹബ്ബിൽ എനിക്ക് കുറേ പേരോട് ഇതുപോലെ ഉള്ള പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എന്ത് ഫങ്ഷൻസ് വന്നാലും എത്ര ദൂരത്താണേലും എത്ര റിസ്ക് എടുത്തിട്ടാണേലും ഞാൻ പോകും ഗൈസ്. അപ്പം ഇന്നത്തെ ബാക്കി വിശേഷം ഈ വ്ളോഗിൽ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം കുറച്ച് 1 hour ട്രാവലിംഗ് ഉണ്ട്. ചേച്ചിയുടെ വീടൊരു ഊടുവഴിയിലായത് നേരത്തെ ഈ ഇൻഫോർമേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ കാർ എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ ഡിയോയിലാണ് പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ലവനെ ഉപേക്ഷിച്ചിട്ട് ലവൻ്റെ കൂടെ പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ലവൻ്റെ കൂടെ പോവാം. ഓക്കെ. അവിടെ ചെല്ലുമ്പോഴത്തേനും വെയിലൊക്കെ കൊണ്ട് ഈ മേക്കപ്പൊക്കെ പോകും ഗൈസ്. എന്നാലും കുഴപ്പമില്ല, പോകാം. അങ്ങനെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ കയറി ഈ പിക്ചറും വാങ്ങിച്ചിട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് നമുക്കിത് ഗിഫ്റ്റായിട്ട് അങ്ങ് കൊടുക്കാം. തലേദിവസമേ ഞാൻ പ്ലാൻ ചെയ്ത് ഇതൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ ചെന്നപാടെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഇതങ്ങ് ഗിഫ്റ്റായിട്ട് അങ്ങ് കൊടുത്തു ഗൈസ്. അപ്പോൾ കുറേ നമ്മുടെ മെമ്മറബിളായിട്ടുള്ള നമ്മുടെ കുറച്ച് ഫോട്ടോസാണ് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഈ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥ. അപ്പോൾ ചെന്നപാടെ ഒരു സെൽഫി ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വീട്, ഈ പുതിയ വീട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ വീടിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡെലിവറി ഗേളിൻ്റെ കഷ്ടപ്പാടാണ് ഗൈസ് ഇത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളുടെ ഹബ്ബിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡെലിവറി ഗേളാണ് ഈ ചേച്ചി. എപ്പോഴും ഞാൻ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഇതുപോലെ ദൈവത്തിനൊരു ചോറ് മാറ്റി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. അപ്പോൾ ഈ ചേച്ചി 3 വർഷമായിട്ട് നമ്മുടെ ഹബ്ബിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സ്വപ്നം, ഈ വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയാണ് ഗൈസ് ഈ ചേച്ചി ഇത്രയും നാളുമായിട്ട് നമ്മുടെ ഹബ്ബിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ശരിക്കും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തെന്ന് വേണം പറയാൻ. ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല. വേറൊരു ഫോട്ടോ എടുത്തേ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമെല്ലാം ഒരേ ഒരു കഥവേ പറയാനുള്ളൂ ഗൈസ്. ബിഗ് ബോസ്. ആ എടാ, പ്രിയത ചേച്ചിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കേ. 1, ചേച്ചി അടിപൊളിയാണ്. 2, ചേച്ചി ഒറ്റയ്ക്ക് പണിതാണ് ഈ വീട്. അത് ശരിയാ ഗൈസ്, അത് ശരിയാ. ഒറ്റയ്ക്ക് പോരാടി ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരെ ഭയങ്കര ബഹുമാനമുണ്ട്. നമ്മളെ പോലെ അല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. കാരണം ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ ഈ വന്ന കാലഘട്ടത്തിൽ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പോരാണോ, എനിക്കത്ര പറയാനുള്ളൂ. ചേച്ചിയെ വെച്ചിട്ട് ചേച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേച്ചിയുടെ ആരുമില്ല, സിബ്ലിങ്സ് ആരുമില്ല അല്ലേ? നമ്മള് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അപ്പം ചേച്ചി നമ്മൾ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്. അത് മാത്രല്ല, ചേച്ചി ഡെലിവറിക്ക് പോയിട്ടല്ലേ? അതെ, അതോ നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യമാണ്.
വെയിലൊന്നും മഴയൊന്നും മഴയൊന്നുമില്ലാതെ റോഡിലൂടെ ചേച്ചിയും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല. ഗുഡ് ഗേൾ. ഗൈസ്. അപ്പം നമ്മുടെ ഹബ്ബിൽ ജോലി ചെയ്യുന്ന അടുത്ത ആളാണ്. അപ്പം ഇവനും പ്രീത ചേച്ചിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഒരു ലേഡി എന്ന നിലയിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇത്രയും നല്ലൊരു വീട് വെച്ചു. സന്തോഷം. എത്രയേ ഉള്ളൂ പറയാൻ. സൂപ്പറാണ്. ശരിയാ. അതെന്താന്ന് ചോദിച്ചാൽ ചേച്ചിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു നല്ലൊരു വീട് വെച്ച് ചേച്ചിയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ചേച്ചി അതുപോലെ അധ്വാനിച്ച് നല്ലൊരു വീട് വെച്ച് ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും കടന്നു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനിപ്പോ 26 വയസ്സുണ്ട് ഗൈസ്. ഇവന് പോലും ഒരു സ്ഥലം 26 വയസ്സുണ്ടായിട്ട് ഇവനൊരു സ്ഥലം പോലും മേടിക്കാൻ പറ്റിയില്ല. ഈ ഒരെണ്ണം പോലും ഗൈസ് സ്വന്തമായിട്ടൊരു സ്ഥലം പോലും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് 4 സെന്റ് വസ്തു പോലും ഇല്ലാത്തവരാണ്. ഇതുകൊണ്ട് ഗൈസ് ഒരു നല്ല പണിയില്ലാതെ കല്യാണം കഴിച്ചു ഗൈസ്. ഇന്നലെ പോയി കല്യാണം കഴിച്ചു ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോ ഇറങ്ങി ഓടുന്നു ഗൈസ്. ചേട്ടാ 2 വാക്ക് സംസാരിക്കേട്ടാ. പ്രീത ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രീത ചേച്ചി നല്ല എഫോർട്ട് എടുത്ത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വീടും അത് ഡെലിവറിക്ക് പോയിട്ട് ഇങ്ങനെ നല്ലൊരു വീട് വെക്കും. ചേച്ചിയുടെ ഒരു നല്ലൊരു എഫോർട്ട്. ചേച്ചി ചേച്ചി അതുപോലെ നല്ല കഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ വീട് വെക്കാൻ പറ്റിയത്. ചേച്ചിയുടെ എഫോർട്ട് ചേച്ചി നല്ല 2 വാക്ക് സംസാരിക്കേ. കാല് വയ്യാതിരിക്കുന്ന അച്ചീവ്മെന്റിനെ പറ്റി പറ ഗൈസ്. ഇതാണ് പ്രീത ചേച്ചി. ചേച്ചി ഈ വീട് വെച്ചത് വെറുതെ കിട്ടിയതാണോ? വെറുതെ കിട്ടിയതല്ല. വെറുതെ കിട്ടാനോ? ചേച്ചി പറയേച്ചി. ചേച്ചി എന്ത് പറയേച്ചി? ചേച്ചി കഷ്ടപ്പാടിനെ പറ്റി പറയേച്ചി. അതെ, ആഗ്രഹിക്കുക ചിലപ്പോ കിട്ടും. ചേച്ചിക്ക് ആഗ്രഹിച്ചപ്പോ വെറുതെ കിട്ടി ഗൈസ്. ബൈ. ശരിയാകത്തില്ല.